ഖാലിദ് റഹ്മാൻ, നസ്ലിൻ, ഈ പേരുകളൊക്കെ ഒരു മിനിമം ഗ്യാരണ്ടി തരുന്ന പേരുകളാണെന്ന് പ്രൂവ് ചെയ്തിരിക്കുന്നതാണ്. ഇവരെപ്പോലെ തന്നെ അന്തരിച്ച എഡിറ്റർ നിഷാദ് യൂസഫ് മികച്ച സിനിമകളാൽ പ്രേക്ഷകരെ കോരിത്തരിപ്പിച്ച സിനിമാ അനുഭവം നൽകിയ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ് സിനിമ ആരംഭിച്ചിരിക്കുന്നത്. മൊത്തത്തിൽ അടിച്ചു പൊളിച്ച് കാണാൻ പറ്റിയ ഒരു അടിപൊളി കോമഡി ആക്ഷൻ എന്റർടൈനർ തന്നെയാണ് ആലപ്പുഴ ജിംഖാന എന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് റിവ്യൂ തുടങ്ങട്ടെ. അനുരാഗ കരിക്കൻ വെള്ളത്തിലൂടെ വളരെ ലൈറ്റ് ഹാർട്ട് കഥപറച്ചിലുമായി പ്രേക്ഷക മനസ്സുകളെ കീഴടക്കിയ ആളാണ് സംവിധായകൻ ഖാലിദ് റഹ്മാൻ. ഉണ്ട, ലവ്, തല്ലുമാല തുടങ്ങിയ സിനിമകൾ ഖാലിദ് റഹ്മാന്റെ കഥപറച്ചിൽ ശൈലിയുടെ വൈവിധ്യം നമുക്ക് കാണിച്ചു തന്നവയാണ്. തല്ലുമാലയുടെ ചടുലത എത്ര വർഷം കഴിഞ്ഞാലും പ്രേക്ഷക മനസ്സിൽ നിന്ന് മാറില്ല. പാട്ടും ഇടിയും ഒക്കെയായി ഇടകലർത്തിയുള്ള ആ ശൈലി പക്ഷേ തൽക്കാലത്തേക്ക് ഖാലിദ് റഹ്മാൻ അല്പം മാറ്റിവെച്ചിരിക്കുകയാണ്. ആലപ്പുഴ ജിംഖാനയിലേക്ക് എത്തുമ്പോൾ കളർഫുൾ ആയ നർമ്മം നിറഞ്ഞ അടിപൊളിയൊരു കഥപറച്ചിലേക്കാണ് വന്നിരിക്കുന്നത്. അതും റിയലിസ്റ്റിക് ആയിട്ട്. പരീക്ഷയിലെ തോൽവി മറികടന്ന് ഡിഗ്രി പ്രവേശനത്തിനുള്ള വഴിയായി സ്പോർട്സ് ക്വാട്ടയെ കുറിച്ച് കുറച്ച് കൂട്ടുകാർ ചേർന്ന് ആലോചിക്കുന്നു. അങ്ങനെ ആ സ്പോർട്സ് ക്വാട്ട വഴി കോളേജ് അഡ്മിഷന് ശ്രമിക്കാൻ അവർ ബോക്സിംഗ് പഠിക്കാൻ തീരുമാനിക്കുന്നു. ഈ തീരുമാനം അവരുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതാണ് ചിത്രം പറയുന്നത്. വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു കഥപറച്ചിൽ രീതിയാണ് ഖാലിദ് റഹ്മാൻ സ്വീകരിച്ചിരിക്കുന്നത്. അതിൽ പക്ഷേ അങ്ങോളം ഇങ്ങോളം തമാശകൾ വാരി വിതറിയാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ആ തമാശകൾ ക്ലിക്കായിട്ടുമുണ്ട്. എങ്കിലും പിടിച്ചിരുന്ന കഥാപരിസരത്തിന്റെ കുറവ് ചിലർക്കെങ്കിലും അനുഭവപ്പെട്ടേക്കാം. സ്പോർട്സ് ക്വാട്ടയും സംസ്ഥാന ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് നടത്തിപ്പുമൊക്കെയായി ബന്ധപ്പെട്ട ചില ചില്ലറ ലോജിക് പ്രശ്നങ്ങളൊക്കെ കഥയിൽ അവിടെ ഇവിടേക്കായിട്ട് കാണാൻ സാധിക്കും. പക്ഷെ ഇതൊന്നും വലിയൊരു പ്രശ്നമായിട്ട് നമുക്ക് സിനിമ കാണുമ്പോൾ തോന്നില്ല. സ്പോർട്സ് ക്വാട്ട വഴി ഇങ്ങനെയൊക്കെ പ്രവേശനം കിട്ടുമോ എന്നൊക്കെ ചില ഇടങ്ങളിൽ പ്രേക്ഷകർക്ക് സംശയം തോന്നിയേക്കാം. പക്ഷെ ആകെത്തുകയിൽ നമ്മൾ തിയേറ്ററിൽ അത്രയും വലിയ ക്രൗഡിനിടയിലിരുന്ന് ഇത്രയും തമാശകളെല്ലാം കേട്ട് ആസ്വദിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും വലിയ കല്ലുകടിയായിട്ട് തോന്നുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടുന്ന മറ്റൊരു പോസിറ്റീവ്. ആലപ്പുഴ ജിംഖാനയ്ക്കായി ടിക്കറ്റ് എടുക്കുമ്പോൾ പലരും പ്രതീക്ഷിക്കുന്നത് ഒരുപക്ഷെ ഒരു സ്പോർട്സ് ഡ്രാമ സിനിമ കണ്ടേക്കാം എന്നൊക്കെ ആയിരിക്കും. പക്ഷെ അത്തരത്തിലുള്ള നാം കണ്ടുവരുന്ന പതിവ് സ്പോർട്സ് ഡ്രാമ സിനിമയല്ല ഇത്. വലിഞ്ഞു മുറുകിയ കഥപറച്ചിൽ രീതിയും കഥാവസാനം ടെൻഷൻ എടുപ്പിക്കുന്ന ത്രില്ലിംഗ് മോഡും ഒക്കെ ഇവിടെ വിട്ടുപിടിച്ചിട്ടുണ്ട്. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന ഹൈ മൊമെന്റുകളെയൊക്കെ കാണികളെ പിടിച്ചിരുത്തുന്ന രീതിയിൽ തന്നെയാണ് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഒരു പതിവ് സ്പോർട്സ് ഡ്രാമ സിനിമയിൽ നിന്നും വിട്ടുമാറി അല്പസ്വല്പം അഡ്രിനാലിൻ റഷ് തരുന്ന ചിത്രം തന്നെയാണ് ആലപ്പുഴ ജിംഖാന. പക്ഷേ അതേസമയം തന്നെ ക്ലീഷെ ബ്രേക്ക് ചെയ്യുന്ന എന്നാൽ രസച്ചിരട് പൊട്ടിക്കാതെ തന്നെയാണ് ആലപ്പുഴ ജിംഖാന അവസാനിക്കുന്നത്. നസ്ലിൻ, ലുക്മാൻ അവറാൻ, ഗണപതി എന്നിവരുടെ കൈയടക്കമുള്ള പ്രകടനമാണ് ചിത്രത്തിന്റെ നട്ടെല്ല്. ഒപ്പം സന്ദീപ് പ്രദീപ്, കോട്ടയം നസീർ, ബേബി ജീൻ, ഷോൺ എന്നിങ്ങനെ നിരവധി പേര് ഒരുമിക്കുന്ന ചിത്രത്തിൽ നായികമാരായി എത്തുന്നത് അനഘ രവിയും നോയ്ല ഫ്രാൻസിയുമാണ്. അവരും മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഓഡിയോഗ്രഫി വിഷ്ണു ഗോവിന്ദും സംഗീതം വിഷ്ണു വിജയും ലിറിക്സ് സുഹൈൽ കോയയും നിർവഹിച്ചിരിക്കുന്നു. ജിൻഷി ഖാലിദ് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്ന ചിത്രം ഈ വിഷുവിന് എല്ലാ പ്രേക്ഷകരുടെയും മികച്ച പ്രതികരണങ്ങൾ നേടി മുന്നേറുക തന്നെ ചെയ്യുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. ആലപ്പുഴ ജിംഖാന നിറഞ്ഞ സദസ്സുകളിൽ പ്രേക്ഷക പ്രതികരണങ്ങളോടെ മുന്നേറുന്നു. ചിത്രം തൊട്ടടുത്ത തിയേറ്ററുകളിൽ കണ്ടാസ്വദിക്കുക. കൂടുതൽ സിനിമാ റിവ്യൂസിനും മറ്റു വാർത്തകൾക്കുമായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മൂവി ടാക്സിലീസ്.